ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ വെച്ച ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഐറ്റം ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇത് കഴിച്ചവരെല്ലാവരും. അപ്പം എനിക്ക് ആ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫുൾ പൈനാപ്പിൾ എടുത്തിട്ടില്ല, ഒരു പകുതിയോളം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോട്ടോ ഇട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാര്യം നമ്മൾ പൈനാപ്പിളിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ ഊർന്നു വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഊർന്ന് വരുന്നുണ്ട്. ആ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എല്ലാം ഇതിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും കൂടെ കുറച്ച് എക്സ്ട്രാ വെള്ളവും കൂടെ അതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഇവിടെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇനി അതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ നമുക്ക് മാറ്റാം. അതായത് പൈനാപ്പിളും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പൈനാപ്പിൾ നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലോട്ട് നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പം ഫുൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കണമെന്നില്ല, കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളമില്ല, ആ വെള്ളവും കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഭയങ്കര പേസ്റ്റ് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആക്കാം. ഞാൻ അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. പാനിലോട്ട് നമ്മൾ ഇപ്പോൾ അടിച്ച് വെച്ച പൈനാപ്പിൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വഴറ്റി ഒന്നെടുക്കാം. ഇനി നമ്മൾ ഈ കുറച്ച് വെള്ളമേ ഇപ്പോൾ നമുക്കുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ പീസസൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെയാവും. ഭയങ്കര ഫൈൻ പേസ്റ്റ് അല്ല, കുറച്ചൊരു പേസ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിടി തേങ്ങയും കടുകും പച്ചമുളകും കൂടെ അടിച്ച് ചേർത്തതാണ്. അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിടി മതി, നമുക്ക് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പിടി ചിരകിയ തേങ്ങ, കടുക്, പച്ചമുളക് ഇതിട്ട് നമ്മൾ അടിച്ച് പേസ്റ്റാക്കി നമ്മൾ ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ ഇട്ടപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം അവസാനം നമ്മൾ മധുരത്തിന് നമ്മൾ ശർക്കരയാണ്, ഉരുക്കിയ ശർക്കരയാണ് ചേർക്കുന്നത്. കുറച്ച് ശർക്കര ഞാനിങ്ങനെ പാനി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ശർക്കരയിലൊക്കെ അഴുക്കുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫൈനൽ ആയിട്ട് നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരുണ്ടല്ലോ, കട്ട തൈര് അത് നമ്മളിതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരുപാട് കട്ടത്തൈര് ആഡ് ചെയ്യുന്നില്ല, കാര്യം പുളി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടത്തൈര് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പം ഞാനൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തു. കാര്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് താളിക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ, കടുക്, ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നമ്മളെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്